ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2025 ആഗസ്റ്റ് 10 മുതൽ 16 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, കർക്കിടകം 25 മുതൽ 31 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിന്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ഗുരുവും വ്യാഴവും, സുഖസ്ഥാനത്ത് ബുധനും രവിയും, ശത്രുസ്ഥാനത്ത് കുജനും, വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും മനോവിഷമവും ഉണ്ടാകും. മൃഷ്ടാന്നലാഭം, മാനക്ഷയം, അഭീഷ്ടസിദ്ധി, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ധനസ്ഥിതി മെച്ചപ്പെടും. യാത്രാഗുണം വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകാനിടയുണ്ട്. ഭാര്യാപുത്രാദികൾക്ക് രോഗത്തിനും തന്നിമിത്തം അമിത ചെലവിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിന്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ഗുരുവും ശുക്രനും, സഹോദരസ്ഥാനത്ത് രവിയും ബുധനും, പുത്രസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സർവകാര്യസിദ്ധിയും സൽകീർത്തിയും ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. വാക്കു പാലിക്കാൻ സാധിക്കും. ഉഷ്ണരോഗങ്ങളും ഉചിതമല്ലാത്ത ചിന്തകളും അലട്ടും. ബന്ധുഗുണം കുറയും. രോഗം, തൊഴിൽ പുരോഗതി, സന്തോഷം എന്നിവ ഉണ്ടാകും. അലങ്കാര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിന്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ഗുരുവും ശുക്രനും, ധനസ്ഥാനത്ത് ബുധനും രവിയും, സുഖസ്ഥാനത്ത് കുജനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകൾ നേരിടും. അഗ്നിഭയം, ബന്ധനം, സർക്കാർ ഗുണാനുഭവങ്ങൾ, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സ്ഥാനഭ്രംശവും ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവവും ഉണ്ടാകും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൃഷ്ടാന്ന ലാഭവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. തൊഴിൽ നഷ്ടത്തിനും അപമാനത്തിനും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിന്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ഗുരുവും ശുക്രനും, ജന്മത്തിൽ ബുധനും രവിയും, സഹോദരസ്ഥാനത്ത് കുജനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സം നേരിടും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് സാധ്യത. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ശത്രുനാശവും സ്വർണ്ണാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. ശയനസുഖം, ആപത്ത്, അനാരോഗ്യം, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. നിരാശയും കോപവും വർദ്ധിക്കാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിന്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ഗുരുവും ശുക്രനും, വ്യയസ്ഥാനത്ത് ബുധനും രവിയും, ധനസ്ഥാനത്ത് കുജനും, അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യമുണ്ടാകും. ബന്ധുഗുണം കുറയും. ശത്രുനാശം, മൃഷ്ടാന്നലാഭം, മുറിവ് പറ്റൽ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം കുറയും. അഭീഷ്ടകാര്യസിദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ബന്ധുസമാഗമവും മനസ്സന്തോഷവും ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങൾക്കും പശുക്കൾക്കും അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിന്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് ഗുരുവും ശുക്രനും, ലാഭസ്ഥാനത്ത് ബുധനും രവിയും, ജന്മത്തിൽ കുജനും, കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യവും കാര്യതടസ്സവും ഉണ്ടാകും. കർമ്മരംഗത്തെ വഴിവിട്ട പ്രവൃത്തികൾ ദോഷം ചെയ്യും. കലഹവും ധനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നു. കുടുംബസുഖം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതി പ്രതീക്ഷിക്കാം. രക്തസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. സഞ്ചാര തടസ്സം, ശത്രുനാശം, ശയനസുഖം, മുറിവ് പറ്റൽ, ബന്ധുസമാഗമം എന്നിവ ഉണ്ടായേക്കാം. അനുഭവഗുണം വർദ്ധിക്കും. പിതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. തുലാക്കൂറിന്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ഗുരുവും ശുക്രനും, കർമ്മസ്ഥാനത്ത് ബുധനും രവിയും, വ്യയസ്ഥാനത്ത് കുജനും, ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാവും. എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾക്ക് സാധ്യത. ഭയം, സഞ്ചാര തടസ്സം, രോഗശമനം, ശയനസുഖം, അഗ്നിഭയം എന്നിവ ഉണ്ടാകും.
ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത, ദ്രവ്യനഷ്ടം ഉണ്ടായേക്കാം, കളത്ര സൗഖ്യം ഉണ്ടാകും, കുടുംബസുഖവും സാമർഥ്യവും സിദ്ധിക്കും, അനുഭവ ഗുണം വർദ്ധിക്കും, രോഗശാന്തി ഉണ്ടാകും, ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിന്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ഗുരുവും ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും, ലാഭസ്ഥാനത്ത് കുജനും, പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിരഹദുഃഖവും മനപ്രയാസവും ഉണ്ടാകും. വസ്ത്രലാഭം, അനാരോഗ്യം, സഞ്ചാര തടസ്സം, ശത്രുനാശം എന്നിവയ്ക്ക് സാധ്യത. ധനലാഭവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. ഭാഗ്യതടസ്സവും വാതരോഗങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. കഷ്ടതയും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും. ആഭരണ ലാഭത്തിന് സാധ്യത കാണുന്നു. സന്താന ഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിന്റെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ഗുരുവും ശുക്രനും, അഷ്ടമത്തിൽ ബുധനും രവിയും, കർമ്മസ്ഥാനത്ത് ചൊവ്വയും, സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രിയത്വവും സുഖാനുഭവഹാനിയും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്ത ഉപദ്രവങ്ങൾക്ക് സാധ്യത. കാര്യസിദ്ധിയും ധനവരവും ഉണ്ടാകും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. വസ്ത്രലാഭം, അനാരോഗ്യം, ശത്രുനാശം, സമ്മാനലാഭം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സ്വന്തം ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് കർമ്മരംഗത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഭയം വർദ്ധിക്കും. സർക്കാർ സംബന്ധമായ ദുരനുഭവങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഗണപതി പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിന്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ഗുരുവും ശുക്രനും, കളത്രസ്ഥാനത്ത് ബുധനും രവിയും, ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും, സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സഞ്ചാരക്ലേശവും ഉദരരോഗങ്ങളും ഉണ്ടാകാം. ശയനസുഖം, കർമ്മതടസ്സം, വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത. ശരീരത്തിന് ബലക്കുറവും ധാതുക്ഷയവും ഉണ്ടാകാനിടയുണ്ട്. സ്വജനവിരോധവും സുഖവിരഹവും ഉണ്ടാകും. അനുഭവ ഗുണം കുറയും. ഒറ്റപ്പെടലിനും മനോവിഷമങ്ങൾക്കും സാധ്യത. സഹോദര ഗുണവും ധനലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിന്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ഗുരുവും ശുക്രനും, ശത്രുസ്ഥാനത്ത് ബുധനും രവിയും, അഷ്ടമത്തിൽ ചൊവ്വയും, ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും നയനരോഗങ്ങളും ഉണ്ടാകും. സന്താന ഗുണവും ബന്ധുഗുണവും ഉണ്ടാകും. കുടുംബസൗഖ്യവും സജ്ജന സംസർഗവും പ്രതീക്ഷിക്കാം. കാര്യവിജയവും അർത്ഥലാഭവും ഉണ്ടാകും. ശത്രുശല്യവും അപകട സാധ്യതയും പ്രതീക്ഷിക്കാം. അമിതമായ ചെലവ്, ഭാഗ്യസിദ്ധി, കർമ്മതടസ്സം, ഭയം, സഞ്ചാര തടസ്സം എന്നിവയ്ക്ക് സാധ്യത. സാഫല്യം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിന്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ഗുരുവും ശുക്രനും, പുത്രസ്ഥാനത്ത് ബുധനും രവിയും, കളത്രസ്ഥാനത്ത് ചൊവ്വയും, ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. ആരോഗ്യം സംതൃപ്തികരമായിരിക്കുകയില്ല. ശയനസുഖം, ധനനഷ്ടം, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ കലഹത്തിന് സാധ്യത. വിവേകശൂന്യമായി പെരുമാറരുത്. ബന്ധുക്കളിൽ നിന്ന് ദുഃഖങ്ങൾക്ക് സാധ്യത. അധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും. പണം കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക.